പ്രൈസ് ദി ലോർഡ്. ഹായ് ഗൈസ്. ഇന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ശക്തിപ്പെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനം 89:13 പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് വീര്യമുള്ളൊരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലങ്കൈ ഉന്നതവുമാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, വലിയ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ആ പ്രശ്നത്തെ ഒരിക്കലും നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വിടുതലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. കർത്താവിൻ്റെ വീര്യമുള്ള ഭുജം ആണ് എന്നെ നടത്തുന്നത് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാൻ സാധിക്കണം. അതുപോലെ കർത്താവിൻ്റെ കൈ ബലമേറിയതും കർത്താവിൻ്റെ വലങ്കൈ ഉന്നതവുമാകുന്നു എന്നുള്ള ആ വാക്യം നമ്മൾ പലവട്ടം നമ്മോട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ഒരു വിഷമം തന്നാൽ ആ വിഷമത്തിന് ഒരു അന്ത്യമുണ്ട്. ആ വിഷമം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും. അല്ലെങ്കിൽ രോഗമായിട്ടോ അല്ലെ എന്തെങ്കിലും പ്രയാസമായിട്ടോ വന്നാൽ ആ ദുഃഖങ്ങളൊക്കെ ദൈവം മായ്ച്ച് കളയും. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. രോഗമോ അല്ലെങ്കിൽ ആ പ്രയാസമോ നമ്മളെ വാഴുവാൻ നമ്മൾ ഒരിക്കലും അനുവാദം കൊടുക്കരുത്. കർത്താവിലും അവൻ്റെ വീര്യമുള്ള ഭുജത്തിലും അവൻ്റെ ബലമുള്ള വീര്യമുള്ള ഉന്നതമായ വലങ്കൈ ഉള്ള ഭുജത്തിൽ നമുക്ക് ശക്തിപ്പെടാം. ആ കർത്താവിൽ നമുക്ക് ബലപ്പെടാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും നമ്മൾ ദുഃഖിച്ച് നിരാശപ്പെട്ടു പോകാതെ, നമ്മളെ താങ്ങുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള ബലം നമ്മളെ നടത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാവരെയും മുറ്റുമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.